ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ നാട്ടിൽ പോയിട്ടുള്ള ചെറിയ ചെറിയ കറക്കമാണ് ഇന്നത്തെ വീഡിയോ. കുക്കിംഗ് ഒന്നുമല്ല, ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ കണ്ടിട്ട് ഏതാ അമ്പലം എന്ന് മനസ്സിലായോ? അതൊരു അമ്പലം ട്രിപ്പ്. ഈ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു അമ്പലമാണ്. പാലക്കാട് ജില്ലയിലുള്ളതാണ്. അമ്പലത്തിൻ്റെ പേര് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഫിലിമോ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? കുറേ ഫിലിംസ് ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണത്. നമ്മുടെ ദേവാസുരത്തിൽ മോഹൻലാലിനിട്ട് അടിക്കണത്. പിന്നെ അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട്. ദ്രോണ, അതുപോലെ ഇത് ആനച്ചന്തം, പിന്നെ അങ്ങനെ അങ്ങനെ ഏതൊക്കെ കുറേ ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഇത് മേലെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് കാണാം. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞങ്ങൾ രാവിലെ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ് അമ്പലത്തിൽ പോകാനായിട്ട്. മക്കളെ വിളിച്ചപ്പോൾ അവരാരും വരുന്നില്ല എന്ന് പറഞ്ഞു. ചേട്ടന്മാരൊക്കെ കൂടെ കളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ ഇറങ്ങി. അപ്പോൾ ഇതെല്ലാം പോകുന്ന വഴികളാണ്. പാലക്കാട് ജില്ലയിലാണ് അമ്പലം. പക്ഷെ ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു, പഴയന്നൂരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലക്കിടി വഴി പിന്നെ മണ്ണൂർ കയറി അങ്ങനെയാണ് അമ്പലത്തേക്ക് പോയത്. അമ്പലത്തിൻ്റെ വഴികളൊക്കെ അടിപൊളി വഴിയാണ്. വളവും തിരിവൊക്കെ ആയിട്ടും നല്ലൊരു നാച്ചുറൽ ഫീലാണുള്ളത്. നല്ല ഒരു അന്തരീക്ഷമാണ്. നമ്മൾ പോകുന്ന വഴിയാണെങ്കിലും അമ്പലത്തിൻ്റെ സൈഡാണെങ്കിലും എല്ലാം നല്ല ഒരു പ്രകൃതി ഭംഗിയിലാണ് നല്ല ഈ അമ്പലമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറേ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദേവാസുരത്തിൻ്റെ ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, മോഹൻലാലിനെ അടിക്കുന്ന ഭാഗവും പിന്നെ ആ ദേവാസുരത്തിൽ പറയുന്ന അമ്പലം മുണ്ടയ്ക്കൽ ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് ഈ അമ്പലമാണ് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മണിക്കൂർ 1.25 അടുത്തൊക്കെ ഉണ്ടായിരുന്നു ട്രാവലിംഗ് ടൈം. അങ്ങനെ ഇതാ നമ്മൾ വന്ന് പരിയാനംപറ്റ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ റൂട്ട് മാപ്പൊക്കെ നോക്കി പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴാണ് എനിക്ക് ആ ബോർഡിൻ്റെ വീഡിയോ കിട്ടിയത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് പോലെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ ദേവാസുരം ഷൂട്ട് ചെയ്താണ്, ആ ലൊക്കേഷനാണ്, ക്ലൈമാക്സ് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ആ സ്റ്റെപ്സ് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തു വന്നിട്ട് വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയാണ് കാണാൻ സ്റ്റെപ്സൊക്കെ ആയിട്ട്. വേറെ ഫിലിംസും ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റെപ്സിലൊക്കെ ഇരുന്നിട്ട്, മമ്മൂട്ടിയുടെ ഫിലിംസും. അപ്പോൾ സിനിമാ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് അമ്പലത്തിൻ്റെ പ്രത്യേകതകളും അമ്പലമൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ്, അമ്മേ നാരായണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ശ്രീകോവിലെല്ലാം ഇരിക്കുന്നത്. പിന്നെ മറ്റേ സൈഡിലും ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, ചെറിയ സ്റ്റെപ്സ്. ഇവിടെ നിന്നാണ് ആ മേലേക്കുള്ള വലിയ സ്റ്റെപ്സ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഓരോരോ ഭാഗങ്ങൾ. പിന്നെ അമ്പലത്തിലുള്ളത് നമ്മുടെ ദേവി പ്രതിഷ്ഠ രാവിലെ സരസ്വതി ദേവിയായിട്ടും പിന്നെ മൂകാംബിക ദേവിയായിട്ടും അതുപോലെ ഭദ്രകാളി ദേവിയായിട്ടൊക്കെയാണ് ഇവിടുത്തെ ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു 1000 കൂടുതൽ വർഷം പഴക്കമുള്ളൊരു അമ്പലമാണിത്. നല്ലൊരു പ്രസിദ്ധി ആർജിച്ച ഒരു അമ്പലം തന്നെയാണ്. നമ്മുടെ ദുരിതങ്ങൾ മാറാനും അതുപോലെ കുറേ വഴിപാടുകളുണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ മുട്ടറക്കൽ, അങ്ങനെ കാര്യസിദ്ധിക്കായിട്ടും അതുപോലെ തടസ്സങ്ങൾ മാറ്റാനും ദേഹമുട്ട്, വിദ്യാമുട്ട്, അങ്ങനെ കുറേ മുട്ടറക്കൽ വഴിപാടുകളാണുള്ളത്. അങ്ങനെ കുറേ വഴിപാടുകളുണ്ട് ഇവിടെ. പിന്നെ മുട്ടറക്കൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തേങ്ങ ഉടക്കി തന്നെയാണ് ചെയ്യണത്. നമ്മൾ റെസീറ്റാക്കി കൊടുത്തിട്ട് അവരത് തന്നെ ചെയ്തോളും. അപ്പോൾ ഇത് കാടാമ്പുഴ അമ്പലത്തിലാണ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ച മുട്ടറക്കലിനെല്ലാം. അത് കഴിഞ്ഞ പരിയാനംപറ്റ അമ്പലത്തിലാണ് പിന്നെ ഉള്ളത്. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഇങ്ങനെ വന്നിട്ട് ജോലിക്ക് തടസ്സമുണ്ടെങ്കിലും അതുപോലെ അസുഖങ്ങളുണ്ടെങ്കിലും ഒരു വിശ്വാസമാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ ദേവീനെല്ലാം തൊഴുതു. ചുറ്റും 2 അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തൊഴുതു കഴിഞ്ഞു. പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടന്നതാണ്. ഇതിൻ്റെ അപ്പുറത്ത് കുളമാണെന്ന് തോന്നണു. സ്ത്രീകൾ പുരുഷന്മാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളത്തിലേക്ക് കിടക്കാനുള്ള വഴിയാണ് തോന്നുന്നുണ്ട്. എനിക്കും കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അതുവരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഇതാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അമ്പലത്തിന് ചുറ്റുമുള്ള ഓരോരോ സ്ഥലങ്ങളാണ്. സരസ്വതി മണ്ഡപം, അങ്ങനെ ഓരോരോ മണ്ഡപങ്ങളും ഓരോ പുരകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുറ്റും. അപ്പോൾ ഇതൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സൈഡിൽ ഓരോരോ സ്റ്റെപ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ ബിൽഡിങ്, പഴയ പോലത്തെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. എന്താണെങ്കിലും പോവാൻ നമുക്ക് ഇരിക്കാനും ഒക്കെ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. അപ്പോൾ കല്യാണത്തിന് വന്നവരും അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ആ സൈഡെല്ലാം
അപ്പം ഇത് അമ്പലത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ്. ഇനി ഇതാ ഇവിടെയാണ് സ്റ്റെപ്സ്. അമ്പലത്തിൻ്റെ നേരെ കണ്ണാണ്, കുറേ സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാ സ്റ്റെപ്സ് കയറാമെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ എന്താണെങ്കിലും സ്റ്റെപ്സ് കയറാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റെപ്സ് കയറാൻ പോകുമ്പോഴാണ് അതിൻ്റെ സൈഡിൽ നക്ഷത്ര വൃക്ഷ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കണം. അപ്പോൾ അവിടെ കുറേ മരങ്ങളാണ്, നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സൈഡിലത്തൊക്കെ വ്യൂ ആണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ മേലേന്ന് സൈഡിലാണ് ഇതെല്ലാം. പിന്നെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. വാഷ്റൂമാണ് മറ്റേ സൈഡിലുള്ളത്. പിന്നെ ഇതാ ഇതിങ്ങനെ അമ്പലത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റെപ്സ് ഈ സെൻറ്ററിൽ ഇങ്ങനെ. അപ്പോൾ നമുക്കങ്ങ് സ്റ്റെപ്പ് കയറിയാലോ. നല്ല ആവേശത്തിൽ അങ്ങ് ഞാൻ സ്റ്റെപ്പൊക്കെ കയറിയിട്ടുണ്ട്. ചേട്ടനപ്പോൾ മറ്റേ സൈഡിൽ കൂടെ കമ്പിയൊക്കെ പിടിച്ചിട്ടാണ് കയറുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സർഗ്ഗമണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു മണ്ഡപവും കാണാം നമുക്ക്. ഇത് കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. പുതിയതാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് നല്ല സർഗ്ഗമണ്ഡപം എന്നൊക്കെ പറഞ്ഞ് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ഹാൾ ഇവിടെ കാണാം. അപ്പം ഞാൻ താഴേക്കുള്ള വ്യൂ എടുക്കാൻ പറയാണ്. മേലെ എന്നിട്ട് സ്റ്റെപ്സ് കയറി ഇതാ ഇങ്ങനെ ആവേശത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മേലെ നിന്നുള്ള വ്യൂ കേട്ടോ. സ്റ്റെപ്സാണ് ഇതെല്ലാം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് മേലെ എത്താറായിട്ടുണ്ട്. അപ്പോൾ മേലെ എത്തിയിട്ട് നമുക്കിനി ബാക്കി കാണാം. അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ എത്തി. നല്ല വ്യൂ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. ഇതിൻ്റെ മേലെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മളും ആൽമരത്തിൻ്റെ അവിടേക്ക് ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വീട് കണ്ടു കേട്ടോ. മേലെ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല. മേലെ ഒരു വീടൊക്കെ കണ്ടു. പിന്നെ വഴിയൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്, റോഡൊക്കെ കാണാം. അപ്പോൾ ഇതാ നമ്മൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി. നല്ല അറ്റ്മോസ്ഫിയറും നല്ല നാച്ചുറൽ ഫീലൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് അമ്പലത്തിൻ്റെ താഴെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. പിന്നെ അതങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം കൂടി അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. താങ്ക്